ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വായിൽ വെച്ച് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ളൊരു സ്വീറ്റാണ്. ഇതുണ്ടാക്കാൻ നമുക്ക് നെയ്യോ എണ്ണയോ പഞ്ചസാരയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു 2-3 സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് എന്ന് പറയുമ്പോൾ ചെറുപയർ പരിപ്പാണ് വേണ്ടത്. കടലപ്പരിപ്പോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പൊന്നും എടുക്കരുത്. നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ വേണ്ടി സാധാരണ എടുക്കുന്ന ചെറുപയർ പരിപ്പുണ്ടല്ലോ, ആ ഒരു പരിപ്പാണ് വേണ്ടത്. അതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക. നമ്മളിപ്പോൾ ഇത് ചെറിയൊരു അളവിലാണ് കാണിക്കുന്നുള്ളൂ, എന്നാലും ഇത് അത്യാവശ്യം ഒരു 4 പേർക്കൊക്കെ കഴിക്കാനായിട്ടുണ്ടാവും. ഇനി ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുതിർക്കൊന്നും വേണ്ട, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം ആ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വാർന്ന് കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക. അതിലിപ്പോൾ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതൊന്ന് മാറുന്ന വരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ പോയി പരിപ്പ് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിന് ശേഷം ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. പരിപ്പ് നന്നായിട്ടൊന്ന് വറവായി വരണം. അപ്പോൾ കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് മധുരത്തിനായിട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് അളവിലൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിറയെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചതിന് ശേഷം വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് പറ്റാവുന്ന രീതിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നാളികേരമാണ്. 1 കപ്പ് നാളികേരം. എന്നിട്ട് ആ പരിപ്പും നാളികേരം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത്യാവശ്യം ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. നോൺ സ്റ്റിക്ക് പാത്രം കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതിൽക്കിനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരും പരിപ്പും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ചേർക്കാം. ഏകദേശം 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പരിപ്പായതുകൊണ്ട് അത് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം ഇളക്കുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് അത് കുറച്ചൊന്ന് അതുപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അരിച്ചതിന് ശേഷം ചേർക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇത് ആയി കിട്ടാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, അരമണിക്കൂറിൽ റെഡിയായി വരും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് നെയ്യ് ചേർക്കണില്ല. നാളികേരം ചേർത്തിട്ടുണ്ടല്ലോ, ആ നാളികേരം നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള എണ്ണ വരും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നെയ്യോ ഓയിലോ നമ്മൾ ചേർക്കണില്ല. ഈ ഒരു സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. തിരുനെൽവേലി സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ സ്വീറ്റാണിത്. പല രീതിയിലും ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മൾ നേരത്തെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. പശുവും പാല് ചേർത്ത് കൊടുത്താലും മതി.
അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്വീറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക, അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കിയാലും മതി. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റെഡിയായി എന്നർത്ഥം. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും കഴിക്കാം, അതായത് സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇതൊരു ഹൽവയുടെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ അങ്ങനെ ഏതെങ്കിലും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു സ്വീറ്റിൽ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് നെയ്യോ ഓയിലോ തടവിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ മേൽഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും നന്നായിട്ട് തണുത്ത് വരാൻ. അതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ആ സൈഡൊക്കെ ഒന്ന് ഇടിച്ചെടുത്തിട്ട് ഒന്ന് കമത്തി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പരിപ്പ് പായസമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ടേസ്റ്റും എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കും ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്